കിട്ടുമ്പോൾ ബി ജെ പിയുടെ തന്ത്രം എന്താണ്? ചാലക്കുടിയിലെ വോട്ടർമാർ എന്തിനാണ് ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ഡി ജെ എസിന് വോട്ട് ചെയ്യേണ്ടത്? ഈ രണ്ട് എം പിമാരും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാർലമെന്റിൽ പോയിട്ട് ഈ കൂടി നിൽക്കുന്ന ആളുകളടക്കം പാർലമെന്റിൽ എപ്പോഴെങ്കിലും അവർ എണീറ്റ് നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. അവരെപ്പോഴെങ്കിലും സംസാരിച്ചതായി നമ്മളാരും പാർലമെന്റിൽ കണ്ടിട്ടില്ല, പാർലമെന്റ് രേഖകളിൽ കണ്ടിട്ടില്ല. പാർലമെന്റ് രേഖകളിൽ അവരുണ്ടോ, അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അവർ ആ ടി എ ഡി എ മേടിക്കുമ്പോൾ ഉണ്ടാകും. അതിനപ്പുറത്തൊക്കെ നമ്മളാരും കണ്ടിട്ടില്ല. പിന്നെ പ്രളയ കാലഘട്ടത്തിൽ ഫണ്ട് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബെന്നി ബെഹനാൻ എം പിയെ നിങ്ങൾ പുറത്താക്കിയത് മിണ്ടാതിരുന്നതിനാണോ? ബെന്നി ബെഹനാൻ എന്തിനാ പുറത്തുപോയെന്ന് അദ്ദേഹത്തിന് അറിയാലോ. അതാ ചോദിച്ചേ. മിണ്ടാതിരുന്ന എം പി നിങ്ങൾ എത്ര പുറത്താക്കിയത്? അല്ല, അത് ഇപ്പുറത്ത് കാണുന്ന ആരവം കൊണ്ടാണ് അവിടെ നിന്ന് പുറത്തുപോയത്. പാർലമെന്റിനകത്ത് എന്തുകൊണ്ടാണ് പുറത്തുപോയെന്ന് അറിയാത്തവരല്ലോ. പാർലമെന്റിനകത്ത് ഉണ്ടായിട്ടുള്ള ബഹളത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തുപോയത്. അത് സ്പീക്കർ പുറത്താക്കിയതാ. ഇത് തന്നെയായിരുന്നു അവിടെ എടുത്ത നടപടി. ആ നടപടി എടുക്കുമ്പോൾ പുറത്തു പോകും, സ്വാഭാവികമാണ്. പാർലമെന്റിനകത്ത് മാന്യമായി പെരുമാറുന്നതിന് പകരം പാർലമെന്റിന്റെ വെല്ലിലിറങ്ങി ബഹളം ഉണ്ടാക്കിയാൽ ആരാണെങ്കിലും പുറത്തു പോകും, സ്പീക്കർ നടപടിയെടുക്കും. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ പ്രളയ കാലഘട്ടത്തിൽ ഫണ്ട് കൊണ്ടുവന്നത് അത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കൊടുത്ത ഫണ്ടാ. 478 പ്രളയകാലത്ത്. എത്രയാ? പ്രളയകാലത്ത് നമ്മളെ രക്ഷിച്ചതിന് കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്തായിരുന്നു. 10 ലക്ഷം രൂപ ഹെലികോപ്റ്ററിന് മേടിച്ചത്. 1 കോടി രൂപ 1 കോടി രൂപ അവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുക. 1 കോടി രൂപ റെന്റ് കൊടുക്കുന്ന ഹെലികോപ്റ്റർ അവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുക. അത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അരുൺ, ഇതിന് യാതൊരു ബന്ധവും ഇല്ല. പാർലമെന്റിനകത്ത് ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ഫണ്ട് കൊണ്ടുവരാൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടി കൊണ്ടുവരാൻ, ഒരു വികസന പദ്ധതി അവതരിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ഈ രണ്ട് വെല്ലുവിളിക്കുന്നു. ഈ ബെന്നി ബെഹനാൻ എം പിക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്ട് ഈ ചാലക്കുടി മണ്ഡലത്തിൽ കാണിക്കാനുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്നു. ഒരു സംശയമില്ല. ഒരെണ്ണം പൂർത്തിയാക്കിയത് കാണിക്കട്ടെ. അതിനു മുൻപ് എൽ ഡി എഫിന്റെ കാലഘട്ടത്തിൽ ഇന്നസെന്റിന് കാണിക്കാനുണ്ടെങ്കിൽ അതും കാണിക്കട്ടെ. രണ്ടും കാണിക്കട്ടെ. ഏതെങ്കിലും ഒരു പദ്ധതി വെല്ലുവിളി. ഇവിടെ ബി ജെ പിയുടെ അംഗം പറഞ്ഞത് ശ്രീ ബെന്നി ബെഹനാൻ പാർലമെന്റിൽ സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. 85% ഹാജരുള്ള 345 ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ച് 69 സംവാദങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് 3 സ്വകാര്യ ബില്ലുകൾ ഉൾപ്പെടെ അവതരിപ്പിച്ച് ദേശീയ ശരാശരിയേക്കാൾ അംഗങ്ങളുടെ ദേശീയ ശരാശരിയുടെ മുകളിൽ നിൽക്കുന്ന ഒരു എം പിയാണ് ശ്രീ ബെന്നി ബെഹനാൻ. ഇനി അപ്പം ഇനി അദ്ദേഹം സംസാരിച്ചോ ഇല്ലോ എന്നുള്ള അക്കാര്യത്തിൽ അദ്ദേഹം കാണാത്ത ഞങ്ങളുടെ കുഴപ്പമില്ല. പിന്നെ ഈ രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു വികസനവും നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരുടെ ഗവൺമെന്റാ? അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ BJPയുടെ ഗവൺമെന്റ് ഇരിക്കുന്നപ്പോ പറയുകയാണ് ചാലക്കുടി പാർലമെന്റിലേക്ക് BJP ഒന്നും തന്നില്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. താങ്കള് അതായത് BJPയുടെ ഗവൺമെന്റ് ചാലക്കുടിക്ക് ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അദ്ദേഹം ചാലക്കുടിയിലേക്ക് ഈ സർക്കാർ ഒന്നും കൊടുത്തിട്ടില്ല എന്നൊരു കുറ്റസമ്മതമാണോ കൃഷ്ണപ്രസാദ്? അത് അങ്കമാലി റെയിൽവേ സ്റ്റേഷനും ആലുവ റെയിൽവേ സ്റ്റേഷനും ചാലക്കുടി റെയിൽവേ സ്റ്റേഷനും നോക്കിയാൽ മതിയല്ലോ. ആലുവ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും 1980 സിനിമയിലെ റെയിൽവേ സ്റ്റേഷൻ അല്ലേ സാർ? അങ്കമാലി റെയിൽവേ സ്റ്റേഷന്റെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് പോയ ആളാണ് ബഹുമാനപ്പെട്ട MLA. ആണോ? അല്ലേ? അദ്ദേഹം പറയട്ടെ, ആണോ ഇല്ലയോ? അപ്പൊ ഒന്നും കിട്ടിയില്ല എന്നുള്ള അദ്ദേഹം തന്നെ ഇപ്പൊ തിരിച്ചാണ്. ചാലക്കുടിക്ക് വികസന പ്രവർത്തനം നടന്നു എന്നുള്ള കാര്യം ഇപ്പൊ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് മോദി സർക്കാരല്ലാതെ ഇപ്പിക്ക് വേറൊരു സർക്കാരില്ലല്ലോ. ആ സർക്കാരിൽ തന്നെ ഈ എപ്പിക്ക് കൊണ്ടുവരാൻ പറ്റൂ. റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി കൊടുത്ത പദ്ധതിയാ. ശരി.